Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള കേക്ക് വ്ലോഗുമായിട്ടാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേക്കുകൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 കേക്കുകളുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു 2 ടയർ കേക്കാണ്. ഇതിൻ്റെ ഫോണ്ടൻറ്റ് വർക്കെല്ലാം ഞാൻ തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. മടി വിചാരിച്ചിട്ട് സ്പോഞ്ച് ഉണ്ടാക്കലും എല്ലാം രാവിലെ ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ 2 kg ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് കാരമൽ കേക്കാണ്. ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ചൊരു വലിയ സൈസിലുള്ള ടെഡ്ഡി ബിയർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്രൗണും കുറച്ച് ബോളുകളും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യമൊന്നും ഞാനതിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ദിവസം ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണമെന്നൊന്നും പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയാണ് പ്ലാൻ ഉണ്ടായത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ഡെക്കറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് റോസറ്റ നോസിലും അതായത് സ്റ്റാർ നോസിലും പിന്നെ അതുപോലെ ഷെൽ നോസിലും വെച്ചിട്ട് ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ചെയ്തിട്ടുള്ള 1 kg ഫ്ലാറ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കാണ്. അങ്ങനെ ആ കേക്കെല്ലാം കൊടുത്ത് വിട്ടതിൻ്റെ ശേഷം പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കേക്കുകളിലേക്ക് ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കേക്കിലും ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. കുറേ ടൈം ഇരുന്ന് ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ സ്പോഞ്ചും അതിൻ്റെ കൂടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യൂട്ടായിട്ടുള്ള ഒരു ടെഡ്ഡി ബിയർ ആണ്. അപ്പോൾ ചോക്ലേറ്റ് കളർ വെച്ചിട്ടാണ് ഈ ഒരു ടെഡ്ഡി ബിയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ടെഡ്ഡി ബിയർ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലെല്ലാം ഇതിൻ്റെ ക്ലാസ് എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടെഡ്ഡി ബിയറിന് ഒരു ചെറിയൊരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ടെഡ്ഡി ബിയർ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു വർക്ക് കൂടി ഉണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ തെർമോക്കോളിൻ്റെ ബോൾസ് എൻ്റെ അടുത്തുള്ളത് കേട് വന്നിട്ട് ഞാൻ അത് റെഡിയാക്കി എടുത്തതിൻ്റെ. അപ്പോൾ അത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഞാൻ വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെച്ചതാണ് കേട്ടോ. സിങ്കിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമുണ്ട്. അപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. അതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഫോണ്ടൻറ്റ് എങ്ങനെ ഡ്രൈ ആക്കുക എന്നുള്ള കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൻ്റെ ഒക്കെ അവസ്ഥ ഇതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ആ കളർ കണ്ടു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്താ കയ്യിലൊക്കെ കളർ എന്നല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ വർക്കിലൊക്കെ ആകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓവൺ ഓൺ ചെയ്തതിൻ്റെ ശേഷം ചെറിയൊരു ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് നമ്മൾ ഒരു ട്രേയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബേസുമേൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ചെറിയ ചൂടാവാൻ പാടുള്ളൂ. നമുക്ക് കൈ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ചൂടാവാൻ പാടില്ല. കൂടുതൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം മെൽട്ടായി പോകും. അപ്പോൾ ഓവൺ ഓഫ് ചെയ്യുക, എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ കേട്ടോ. പിന്നെ അതാ കുറച്ച് ബോൾസ് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫോണ്ടൻറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ തെർമോക്കോളിൻ്റെ ബോൾസ് കഴുകി നല്ലോണം തുടച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ ഫോണ്ടൻറ്റ് ഡ്രൈ ആയതിൻ്റെ ശേഷം അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ട് അതൊന്ന് ഹാർഡായതിൻ്റെ ശേഷം ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെക്കുക. പിന്നെ ഞാൻ അന്നൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്ന സ്പഞ്ചുകളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. പിന്നെ ക്രം കോട്ടിങ് ചെയ്യാൻ മടിയായിട്ടാണ്. അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ തന്നെ വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുള്ളത്. അന്നത്തെ ദിവസം എന്നത്തേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പാടാണുള്ളത്. അപ്പോൾ പാടത്ത് ഈ മഞ്ഞ് മൂടി കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കാണിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഓരോ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതാണ്.
ഇനി ഞാൻ അന്നത്തെ ദിവസം കുറച്ച് നേരത്തെ എണീറ്റിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ചായ കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യണത്. അപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്യുമ്പോൾ ഇതൊരു കൊക്കോമെലൺ തീമിലാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. അതിപ്പോൾ ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഗാർഡൻ ഗ്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുണ്ട്, ഷാർപ്പ് എഡ്ജാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഈ ബേസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാണ്. പിന്നെ അതിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് 1 kg ആണ്. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള കോക്കോമെലണും 1 kg തന്നെയാണ് കേട്ടോ. രണ്ടും 5 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. 5 ഇഞ്ചിൽ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും അതുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ തന്നെ വൈറ്റ് കളറും അതുപോലെ ബ്ലൂ കളറും കോമ്പിനേഷനിലാണ് ഫൈനൽ കോട്ടിങ് ചെയ്യണത്. അങ്ങനെ ഫൈനൽ കോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേക്കുകൾ. പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുള്ളൂ കേട്ടോ. ആ ടൈമിനനുസരിച്ച് ഇനി ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് കേക്കിൽ വെച്ച് കൊടുക്കാനുള്ളൂ. അത് ആ സമയത്ത് പിന്നെ ഡെലിവറീൻ്റെ കുറച്ച് മുന്നായിട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് കപ്പ് കേക്ക് കൂടി സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കപ്പ് കേക്കിനെ ഞാനിത് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഇവിടെ ഡെക്കറേഷൻ ചെയ്യണത്. കുറച്ച് ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് പുറത്തെടുത്തിട്ട് നേരത്തെ തലേദിവസം ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫോണ്ടൻറ്റ് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് കാർ തീമിലാണ് വന്നിട്ടുള്ളത്. ബോയിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരു കാർ തീമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുകളിലായിട്ട് 2 കാറിനെ കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഡ്രൈ ആക്കിയിട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ ഇതാ താഴെ ഭാഗത്തായിട്ട് 2 കാറുകളുണ്ട്. പിന്നെ കുറച്ച് ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് പേര് എഴുതി കൊടുക്കാനുണ്ട്. അപ്പോൾ പേര് എഴുതുന്നത് ഇതുപോലെ ചെറിയ പീസ് എടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കളറിൽ ഡിപ്പ് ചെയ്യുക ബ്രഷ്. എന്നിട്ട് അതിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ബേസിലായിട്ട് നെയിം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫോണ്ടൻറ്റിൻ്റെ പീസ് അതിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നെയിം എഴുതി കൊടുക്കാറുള്ളത്. ഇനി ഇതിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കേക്കിൻ്റെ കൂടെ തന്നെ കേക്ക് പോപ്സും സിക്കിൾസും ഡോണട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കേക്ക് ഡെലിവറിക്ക് കൊണ്ടുപോയിട്ട് അതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇമ്മയൊക്കെ വരുന്നുണ്ട് ഉച്ചക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ആ ഒരു സമയത്താണ് കേക്കിൻ്റെ ടീമും വിളിച്ചിട്ടുണ്ടായിരുന്നത്. കേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അത് അവർ വീട്ടിൽ വന്ന് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ആ കേക്ക് ടയർ കേക്കാണ്. അതിനൊന്ന് സ്റ്റാക്ക് ചെയ്യാനും ഈ ഒരു ഡെക്കറേഷൻസ് അതിൽ ഫോണ്ടൻറ്റിൻ്റെ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് അതിൽ വെച്ച് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ അത് കൊടുത്ത് വിട്ടതിൻ്റെ ശേഷം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസ് ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. ടെഡി ബിയർ 2 എണ്ണമായിരുന്നു. 2 ടെഡി ബിയറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഒരു സൈഡിലേക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു മോഡൽ വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ മോഡലിനനുസരിച്ചിട്ടാണ് കേക്ക് ചെയ്യണത്. അപ്പോൾ ഗ്രീൻ കളറിലും വൈറ്റ് കളറിലും ആയിട്ടുള്ള ബോൾസാണുള്ളത്. ഗോൾഡൻ കളറും വരുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഉണ്ട്. പിന്നെ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നെയിം എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് കുറച്ച് സ്റ്റാറുകൾ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അത് കൊണ്ടുപോയ സമയത്ത് തന്നെയാണ് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള ടീമും കൂടി വിളിച്ചപ്പോൾ പിന്നെ അതും റെഡിയാക്കിയിട്ടാണ്. ഡെക്കറേഷൻ എല്ലാം അതിൽ വെച്ച് കൊടുക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയ സമയത്ത് നമുക്കിപ്പോൾ ബാക്കിയുള്ള കിച്ചണിലുള്ള ക്ലീനിങ്ങും കഴിയണം, അതുപോലെ ഫുഡ് ഉണ്ടാക്കൽ സ്റ്റാർട്ട് ചെയ്യണം. ബാക്കിയുള്ളത് ഉമ്മ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാമെന്ന് വെച്ചാൽ എല്ലാം ഇപ്പം ഉമ്മനെ ഏൽപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോഴേക്കും ഉമ്മയും ഉപ്പയും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയും നാത്തൂനും അവർ ബാക്കിയുള്ളത് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ ഓരോ വർക്കുകളായിട്ട് ചെയ്യുന്നുണ്ട്, ഞാനും ഓരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറും കറിയും ചിക്കൻ ഫ്രൈ ചെയ്തതും അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് പായസം അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ വ്ളോഗെല്ലാം ചെയ്യുന്ന സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടേബിൾ എവിടുന്നാണ് വാങ്ങിച്ചത്, കസ്റ്റമൈസ്ഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ഒന്നല്ല, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ്, ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇത് കോട്ടക്കൽ സ്റ്റൈലോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വ്ളോഗ് ചെയ്ത സമയത്ത് ഹൗസ് വാമിങ്ങിൻ്റെ പർച്ചേസിങ് വ്ളോഗിലൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അന്ന് നല്ല മഴ വരാനുള്ള ആ ഒരു ഇരുട്ട് കുത്തിയിട്ട് നിൽക്കുന്ന സമയമാണ്. ഏകദേശം ഒരു 4 മണി ആയപ്പോഴേക്കും ഇതുപോലെ ഇരുട്ടായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഫുള്ള് ബാക്ക് സൈഡെല്ലാം ഇരുട്ടായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ വൈകിട്ട് നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി മഗ്‌രിബിക്ക് ശേഷം പിമ്മിയൊക്കെ തിരിച്ചു പോയി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എൻ്റെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും റെസിപ്പീസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്